ഇപ്പോൾ ഇവിടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീൻകറി വെക്കാനാണ്. ഈ പ്രാവശ്യം മീൻകറി വെറൈറ്റിയാണ്. അതായത് വെറൈറ്റി മീൻസ് എന്നെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പച്ചക്കറിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. പച്ചക്കറി മീൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ സവാള ഉണ്ട്. സവാള നോർമലി നമ്മൾ മീൻകറിക്ക് അത് ഇടുന്നതാണ്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, പയർ, ക്യാരറ്റ്, തക്കാളി, ഉരുളക്കിഴങ്ങ് ആൻഡ് ഫൈനലി നമ്മുടെ കളർ സാധനം ബീട്രൂട്ട്. ഇത്ര സാധനങ്ങളുണ്ട്. അത് എല്ലാവരും പറഞ്ഞു ഭയങ്കര നെഗറ്റീവ് റിപ്പോർട്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം. ശരിയാകത്തില്ല, അങ്ങനെ അടിച്ചാൽ ശരിയാകത്തില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല, അതും ഇത് മിക്സ് ആക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. ഇതെല്ലാം നേരെ വഴട്ടുമല്ല കേട്ടോ, എല്ലാം മിക്സിയിലിട്ട് പേസ്റ്റ് അടിക്കുക. പേസ്റ്റ് ഓക്കെ. അത് നമ്മൾ സവാള അരിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. ആൻഡ് ഫൈനലി നമ്മുടെ പയർ, പയറും എടുത്ത് ഇതിനകത്തിട്ടു. 2 പയറായിട്ട് എടുത്ത്. ആൻഡ് നമ്മുടെ ക്യാരറ്റ്, ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണേ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അരഞ്ഞു കിട്ടാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് വേണ്ടിയായിട്ട് അതിനെ മിക്സിയുടെ ബ്ലേഡ് പോവും, അതേപോലെ ചിലപ്പോൾ മോട്ടർ കത്തിപ്പോവും, അങ്ങനെയൊക്കെ വിഷയം വരും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുക, ചെറിയ കഷ്ണമായിട്ട് അരിയുക. ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും. നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടില്ലേ ചെറുപ്പത്തിൽ, അതായത് 8ാം ക്ലാസ്സിൽ കണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴത്തേനും സർഫസ് ഏരിയ കൂടുന്നു. എനിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം എന്നോട് ഡൗട്ട് ചോദിക്കുമായിരിക്കും, സർഫസ് ഏരിയ എങ്ങനെ കൂടുന്നത്? സർഫസ് ഏരിയ വലിയ ക്യാരറ്റ് വരുമ്പോൾ വലിയ സർഫസ് ഏരിയ അല്ല, ചെറിയ ക്യാരറ്റ് വരുമ്പോൾ ചെറിയല്ലേ വരത്തുള്ളൂ, എങ്ങനെ സർഫസ് ഏരിയ കൂടുന്നത്? ആക്ച്വലി എനിക്കും അത് വലിയ ഗ്രാഹ്യം വന്നില്ല. പക്ഷേ ടീച്ചറോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അന്നൊക്കെ ടെൻഷൻ ആയതുകൊണ്ട് ചോദിക്കാനും പറ്റിയില്ല. ടെൻഷൻ അല്ല, പേടി കാരണം ചോദിക്കാനും പറ്റില്ല. സംശയം 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കേ ഉള്ളൂന്നേ. പക്ഷെ അന്നേരം ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ, സർഫസ് ഏരിയ കൂടുമ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ കൂടും. അതായത് നമ്മളിപ്പോൾ ഒരു തടി കഷ്ണം വലിയ കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ തടി കഷ്ണം കത്താൻ ഭയങ്കര പാടാണ് അല്ലേ? അപ്പം അതിന് പകരം ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ചോപ്പ് ചെയ്തിട്ടാലോ പെട്ടെന്ന് കത്തും. അത് സർഫസ് ഏരിയ കൂടിയതുകൊണ്ടാണെന്നാണ് ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സാധനത്തിൻ്റെ പേര് ഉരുളക്കിഴങ്ങ് എന്തിനാണ് ഇടുന്നത് വെച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. കൊഴുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചാറ് നല്ലപോലെ കൂട്ടി വയ്ക്കാം, നല്ല കൂടുതൽ. I am a disco dancer. Zindagi merada. Okay, അതിട്ടു. തക്കാളി 2 മുറിച്ചു. ഓക്കെ, നമ്മുടെ ഇവിടെ പിന്നെ തക്കാളിക്ക് വലിയ വിഷമൊന്നുമുള്ള തക്കാളിയാന്ന് തോന്നില്ല കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ കാര്യം, നല്ല ആപ്പിളിനകത്ത് ഇതില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കത്തിയെടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ, കത്തിയെടുത്ത് ചിരണ്ടി കഴിഞ്ഞാൽ ആപ്പിളിനകത്ത് മെഴുക് കിട്ടും. പക്ഷെ ഇതിനകത്ത് മെഴുകില്ല. അങ്ങനെ മെഴുക് വരില്ല. കുഞ്ഞി നടുവൊരു പരിവായി. ആൻഡ് ദിസ് ഈസ് ഇഞ്ചി. ഇഞ്ചി ഇട്ട് ഏകദേശം ജാറെല്ലാം ഫുള്ളായി. അടുത്ത് നമ്മുടെ വെളുത്തുള്ളി എപ്പോഴും നല്ലതാണ് ശരീരത്തിന്. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതെന്ന് പറയുമ്പം നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും അതേപോലെ ദഹനത്തിനും എല്ലാം നല്ലതാണ്. അതുകൊണ്ട് ഒരു ഇഞ്ചി കഷ്ണം താഴെ പോയി. രോഗപ്രതിരോധ ശേഷിക്കും അതേപോലെ ദഹനത്തിനും നല്ലതാണ്, ആമാശയത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് ഇത് ഫുള്ളി ഗുണമുള്ള സാധനമാണ് കേട്ടോ. മൊത്തം ബീട്രൂട്ടിൻ്റെ തൊലി
കിട്ടിയില്ല, സോറി. എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഇട്ടതുപോലെ. ബീട്രൂട്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ലതാണ്, ബ്ലഡിനെല്ലാം നല്ലതാണ്. ഇപ്പം എൻ്റെ കൈ കൂടെ ഞാൻ മുറിച്ചു കേട്ടോ. അതിനും കൂടെ എൻ്റെ ബീട്രൂട്ട് ഇട്ടേക്കുന്നത്. ബീട്രൂട്ട് എങ്ങനെയുണ്ട് നമുക്കറിയത്തില്ല, എങ്ങനെ ടേസ്റ്റ് വരുന്ന അറിയത്തില്ല. നമുക്ക് നോക്കാന്നേ. ഇങ്ങനെ ഇതൊക്കെയല്ലേ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ ഡിഷുകളുണ്ടാകുന്നത്. അതിനകത്തൊരു നാരങ്ങ എന്ന് വെച്ചാൽ നമ്മൾ മുറിച്ചിടാനാണ്. കത്തിരി മുറിച്ചിടാൻ പോലും സ്ക്യൂസ് ചെയ്ത് നമ്മൾ നാരങ്ങ ഇടണം. നാരങ്ങ നീര്. ഓക്കെ, നാരങ്ങ നീരിട്ടു. ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. മിക്സിയിലിട്ട് അടിക്കുന്നതിന് മുമ്പ് കറിവേപ്പില എടുത്തില്ല. കറിവേപ്പില എടുക്കണ്ടേ? ഇവിടെ കറിവേപ്പില എടുക്കുന്നത് നമ്മുടെ മുതലാളിയുടെ വീട്. അത് മുതലാളി മീൻസ് വീടിൻ്റെ ഓണർ കേട്ടോ. ഇവിടെ അങ്ങനെ എല്ലായിടത്തും കറിവേപ്പിലില്ല. ചിലയിടത്തും അങ്ങ് അപ്പുറത്തൊക്കെ വലിയ കറിവേപ്പിലുണ്ട്. ഇവിടെ ഉണ്ടോ? ഇതാണ് നമ്മുടെ കറിവേപ്പില. ഇത്രേ ഉള്ളൂ കറിവേപ്പില. അതിനകത്ത് ഒരു 1 2 ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തു. സംഭവം മോഷണമാണ്. പുള്ളിയോട് ചോദിക്കാതെ, നമ്മുടെ ആ വീടിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കാതെ സാധനങ്ങൾ എടുക്കുന്നതിനാണല്ലോ മോഷണം എന്ന് പറയുന്നത്. അതുപോലെ മോഷണമാണ്. ഇതാരും അനുകരിക്കരുത്. ഓക്കെ, ഈ വീഡിയോ ഇച്ചിരി ലെങ്തിയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കാനാണ് ഒരു രസം. കഥ പറഞ്ഞുകൊണ്ട് എടുക്കാമല്ലോ. നമ്മുടെ ഇതും കൂടെ അതിനകത്തിട്ട്, ജാറ് ചെറുതായി പോയോ എന്ന് സംശയം. ഓക്കെ, ആൻഡ് ഫൈനലി നമ്മൾ ഇത് അടച്ചു. ഒന്ന് ഇളക്കി നമ്മുടെ മിക്സിക്കകത്ത്, ഇതാണ് നമ്മുടെ മിക്സിക്കകത്തിട്ട് വെച്ച് ഒന്ന് കുത്തി ഓണാക്കി. ഞാൻ ഫോൺ എവിടെ വെക്കും? ഫോൺ ഇവിടെ വെക്കാം. ശരി, ഇനി നോക്കാം. അരഞ്ഞിട്ടില്ല. അയ്യോ, അരഞ്ഞിട്ടില്ല. ഇനി അരയാനുണ്ട്. താഴെ ഭാഗം എത്തിയതേ ഉള്ളൂ. ഇച്ചിരി അങ്ങോട്ട് കുത്തിയിടാം. പേസ്റ്റായി വന്നിട്ടുണ്ട്. കളർ അങ്ങ് നിങ്ങൾ കാണാം. ഇത് മൊത്തം നല്ലപോലെ നനച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. നല്ല പിങ്ക് കളർ. അരപ്പിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, അല്ല നമ്മുടെ ചട്നി ഇല്ലേ, ചട്നി നമ്മൾ ഈ ഓണത്തിന് നമ്മൾ ഫുഡ് കഴിക്കില്ലേ, ആ സമയത്ത് എന്തൊക്കെയാണ് ഓണത്തിന് ഫുഡ് കഴിക്കാൻ നേരത്ത് ആക്കുന്നത്? അതേപോലെ ഈ റോസ് കളർ കിച്ചടിയോ അങ്ങനെ ഒരു സംഭവം. അതേപോലെ നമ്മുടെ മീൻ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചേക്കാണ്. ഈ മീൻ പിന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതല്ല കേട്ടോ. ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതല്ല, നമ്മൾ ചൂണ്ടയിട്ട് സ്വന്തമായിട്ട് പിടിച്ച മീനുകളാണ്. എന്താ മീൻ ചോദിച്ചാൽ അയലപ്പാരയാന്ന് തോന്നുന്നു. അയലപ്പാര. ഓക്കെ, മീൻ ക്ലീൻ ആക്കിയിട്ട് പോരാ. നമ്മുടെ മീനൊക്കെ അങ്ങ് കഴുകി നമ്മുടെ ഗ്യാസ് അങ്ങ് ഓണാക്കി ചീനിച്ചട്ടി അടുപ്പേ വെച്ച് അതിനകത്ത് ഒരു പൊടിക്ക് ലേശം എണ്ണ ഒഴിച്ച് അടച്ചു വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് പറ്റിക്കിടണം. ഈ എണ്ണ മതി. ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കണോ? വാട്ട് ഡു യു ഗസ്? ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചേക്കാം, കാരണം ശരിയായില്ല. ഇങ്ങനെ
ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ചെമ്മീൻ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. ഓക്കെ, എണ്ണയൊന്ന് വെച്ച് ഇനി എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കടുകിടാം. എന്തോ പൊട്ടിയ മിനിയാന്ന് മേടിച്ച കറിയാണ്, പൊട്ടില്ല. കുറേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസമായിട്ട് തീ കുറച്ചിട്ടു. വന്നിട്ട് 1 മാസം ആയെങ്കിലും ഇപ്പോഴാണ് കടുക് കിട്ടുന്നത്. ഞാൻ വരാറായപ്പോൾ ഓർഡർ ചെയ്തത്. നമുക്ക് ഇവിടെ ഈ ഐലൻഡിൽ കടുക് കിട്ടത്തില്ല. ആക്ച്വലി എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണ് ഈ കടുക് ഇടുന്നത്. ശിവനേ. 3, 2, 1. സക്സസ്ഫുള്ളി നമ്മൾ കടുകിട്ടു. കടുക് വലിയ രീതിയിൽ പൊട്ടിയൊന്നുമില്ല, വിചാരിച്ച അത്ര രീതിയിൽ പൊട്ടിയൊന്നുമില്ല. ഇനി നമ്മുടെ ഈ കറി ഉണ്ടല്ലോ, ഈ സാധനം അങ്ങ് പ്രയോഗിക്കുകയാണേ, ഇടുവാണേ. ഇപ്പോൾ വിചാരിക്കും ചെറിയ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം എളുപ്പത്തിൽ കിട്ടത്തില്ലേ, എന്തിനാ വലിയ സ്പൂൺ എടുത്തത്. ആക്ച്വലി ഇതിനകത്ത് നമ്മളിനി വെള്ളം ഒഴിച്ച് സെറ്റാക്കാനുള്ളതാണ്. കാരണം ചാറാക്കണമെങ്കിൽ ഇതിനകത്ത് ഇനി അടുത്ത് നമ്മളിപ്പോൾ ഇത് കിട്ടും, നമ്മുടെ ഐറ്റംസ് എല്ലാം കിട്ടും. നല്ല റോസ് കളറാണ്. ആദ്യമായിട്ടിരിക്കും മീൻകറി നല്ല റോസ് കളർ കിട്ടും. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ ലേശം ഉപ്പ്, അതിൻ്റെ കൂടെ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അതൊന്ന് റെഡിയാകാൻ വെച്ച് ഒന്ന് ഇച്ചിരി ഒന്ന് കൂട്ടി ഒന്ന് ജസ്റ്റ് എ മിനിറ്റ് ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം വരാം. ഓക്കെ, നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ച് ഇത് മൊത്തം ഒന്ന് കണ്ടോ, ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ പറ്റുമല്ലോ നമ്മൾ അരച്ച് കഴിയുമ്പോൾ. മൊത്തം ഒന്ന് പറ്റിച്ച് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇടാം. ഓക്കെ, ഏകദേശം നമ്മുടെ ഈ അരപ്പൊന്ന് ഏകദേശം മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് പൊടികളിട്ട് നമുക്ക് ഇളക്കാം. നിങ്ങൾക്കിത് കാണണമല്ലോ അല്ലേ. ഇത്ര ലൈറ്റ് ഉള്ളൂ കേട്ടോ. നല്ലപോലെ ഇളക്കി ഏകദേശം നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഈ അടുക്കള നിങ്ങൾ നോക്കിയിട്ട് വല്ല അഭിപ്രായം ഒന്നും പറയണ്ട. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ വന്നപ്പം മുതലുള്ള അടുക്കള ഇങ്ങനെയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1 മാസമാകുന്നുള്ളൂ. ഇവിടെ നേരത്തെ ഉപയോഗിച്ചൊരു സാറിൻ്റെ ആണ് ഇതൊക്കെ. പിന്നെ എനിക്കിതൊക്കെ മതിയല്ലോ. ഏകദേശം നമ്മുടെ സാധനം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ ഏതാണ് കയ്യിൽ നിന്ന് പൊള്ളി ലേശം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് ലേശം ചിക്കൻ മസാല, ഇട്ട് ലേശം നമ്മുടെ മുളക് പൊടി ഇട്ടു. ഇനി നമ്മുടെ മെയിൻ ഐറ്റം മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി ഇട്ടു. ഈ ഇടുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഇവൻ എന്ത് പ്രൊഫഷണലാണെന്നല്ലേ വിചാരിച്ചാണല്ലേ. അത് വിചാരിക്കണ്ട, വലിയ പ്രൊഫഷണൊന്നും അല്ല. മെയിനായിട്ടൊരു സാധനം അത് കുരുമുളക് പൊടി ഏറ്റവും ലാസ്റ്റ് ഇടാം. നല്ല എരിവായിട്ട് നല്ല സ്പൈസി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ അരപ്പ് നല്ലപോലെ മൂത്തിട്ടുണ്ട്, പൊടി നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ എടുത്തു വെച്ച വെള്ളം
ഇപ്പം മറിഞ്ഞെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇളക്കി വെള്ളം എടുത്ത് ക്ലീനായി കിട്ടിയില്ലേ? ഹൗ ഇസ് മൈ ഐഡിയ? ഓ ഇപ്പം അതേ എടുത്തോട്ടെ. ഓക്കെ, ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ആ വെള്ളവും നമ്മുടെ ഇതുണ്ടല്ലോ എന്നാ സലാഡല്ലോ എന്താണ് ആ ഒരു ആ മിക്സിങ് ഉണ്ടല്ലോ, അതിൻ്റെ പുക അകത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി വെച്ചു. ഇപ്പം നിങ്ങൾക്കിത് കാണാം, നല്ല റോസ് കളറുള്ള മീൻ കറി. അതാണ് എന്നെ കൊഴുപ്പം നോക്കി തിക്കനൊക്കെ നോക്കി പേടിക്കണം. തുമ്മല് വന്നു, കറിയുടെ അടുത്തല്ല, മാറിപ്പോയി കേട്ടോ. ഇനി ഇതങ്ങ് അവിടെ ഇരുന്ന് നല്ലപോലെ വെട്ടിത്തിളയ്ക്കുമ്പം നമ്മുടെ മീൻ, നമ്മൾ എടുത്തു വെച്ച നമ്മുടെ മീൻ, ഫിഷ് മീൻ എടുത്തിടാം നല്ലൊരു വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ. ഓക്കെ, ഈ മീൻ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് വേർത്ത് കുളിച്ച് ഭയങ്കര ചൂടാണോ ഇവിടെ. മീനൊക്കെ ഒന്ന് സെറ്റാക്കി ഓടെ ചാടിപ്പോയി. നമുക്കത് വെട്ടി തിളക്കുന്ന പോലെ കാത്തിരിക്കണം. ഓക്കെ, നമ്മുടെ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഓ ഇച്ചിരി എരിവുണ്ട്, ഇച്ചിരി കൂടിപ്പോയി. മുളക് പൊടി അത്ര ഉണ്ട്, അവിടുത്തെ പോലെ അല്ല കേട്ടോ. ഇവിടുത്തെ ഈ മുളക് പൊടി റാണി എന്ന് പറഞ്ഞ ഇവിടുത്തെ മുളക് പൊടി ഭയങ്കര എരിവാണ്. എനിക്ക് ഈ മീന് പുരട്ടി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കൈയൊക്കെ അങ്ങ് പൊള്ളിപ്പോവും. ചില കറികൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടം മുതൽ ഇവിടം വരെ ഇറങ്ങിപ്പോകുന്ന കറക്റ്റ് മനസ്സിലാവും. നല്ലപോലെ അങ്ങ് വെട്ടി തിളയ്ക്കുന്നുണ്ട്. നോക്കി തിളപ്പ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മീൻ കഷ്ണം അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം 11 കഷ്ണത്തിനടുത്ത് കണ്ട് മീൻ കഷ്ണം ഉണ്ടാകും. മീൻ കഷ്ണം ഇട്ടിട്ട് ഇളക്കി ഇത് മൂടി വെക്കണം. ഞാൻ മൂടി എടുക്കുന്നുണ്ട്. മൂടി വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. തീരെ കുറയ്ക്കില്ല, കുറച്ചിടാം. ഇനി നമുക്കിത് അടച്ചു വെക്കാനുള്ള അടപ്പ് വേണം. ഈ അടപ്പ് ഞാൻ ആക്ച്വലി എവിടെയോ കണ്ടതാ, താഴെ കിടപ്പുണ്ട്. ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇത് അടുക്കും ചിട്ടയൊന്നുമില്ലെന്നേ. പിന്നെ ഞാൻ ഇന്നലെയൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി. അതുകൊണ്ട് ഇന്നലെ വൈകിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഒരു കിടത്തങ്ങ് കിടന്ന ഉറങ്ങി കഴിഞ്ഞ് പിന്നെ എണീക്കുന്നത് ഞാനൊരു 9:30-10 മണി കഴിഞ്ഞിട്ട്. നമ്മളെ മീൻകറി നമ്മൾ മൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ മീൻകറി റെഡിയായി. അതേപോലെ ചോറ് ഈ കുക്കറിനകത്തുണ്ട്. ടു ഹോട്ട് ഹിയർ. ഇനി എനിക്ക് ഇഷ്ടം പോലെ പണിയാണ്. അടുക്കള ഒന്ന് ക്ലീൻ ആക്കണം. വാഷ് ബേസിന് അത് ക്ലീൻ ആക്കണം. കാരണം ഇന്നലെ ഞാൻ അടുക്കള കയറിയിട്ടില്ല. ഇന്നലെ രാവിലെ കയറിയതാ, ഉച്ചയ്ക്ക് കയറിയിട്ടില്ല, വൈകിട്ടും കയറിയിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. എന്നാ വെച്ചാൽ മിനിയാന്ന് രാത്രി ഞാൻ നേരത്തെ കടന്നുറങ്ങി. ഒരു 7 മണിയൊക്കെ ആയപ്പോഴും കടന്നു. അന്നേരം ഒരു കാര്യം പറഞ്ഞത്, ചോറ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയി. എന്നിട്ട് ആ ചോറിനെ എടുത്തു നേരെ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറന്നുപോയിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഇവിടെ സ്കൂളിൽ പോകണം എനിക്ക്. അപ്പോൾ 6 മണിക്ക് മുമ്പായിട്ട് ഞാൻ ഇവിടെ കണ്ടതാണ്. അന്നേരം അന്നേരമാണ് ഓർക്കുന്നത് ഈ ചോറിൻ്റെ കാര്യം. നമുക്ക് ചോറ് വളിച്ചു പോയി. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു വിഷമവും സങ്കടവും. 2 നേരം കഴിക്കാനുള്ള ചോറായിരുന്നു. അത് കാരണം മനം നൊന്ത് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഓക്കെ, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. എന്നിട്ട് ഞാൻ മീൻ സെർവ് ചെയ്യാൻ നേരത്ത് ചോറ് ഉണ്ണുന്ന സമയത്ത് ഞാൻ വരാം. ഓക്കെ.
മീൻകറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അയ്യോ, ഇതുകൊണ്ട് എങ്ങനെ ഇപ്പം എടുക്കുന്നത്? നല്ല കുട്ടി ഒന്നും പറ്റില്ല. അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ എൻ്റെ പൊന്നാശാനേ, നാക്കിൽ നിന്നൊക്കെ വെള്ളം വരും വായന്ന്. മീനും കൂടെ ഇട്ട് ആ കറിയുടെ കളർ കണ്ടോ? കളർ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. മീനൊക്കെ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റായി ഞാൻ ഇട്ടിട്ട്. 10 മിനിറ്റിനടുത്തും കണ്ടായും തോന്നുന്നു. കണ്ടോ, നല്ല തിക്കായ മീൻകറിയാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു മീൻകറി ഉണ്ടാക്കിയായിരുന്നു. കുറച്ച് നേരം കൂടെ ഒന്ന് കവർ ചെയ്ത് മൂടിയിട്ടേക്കാം. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 നേരം കഴിക്കാൻ വേണ്ടിയുള്ള ചോറ്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പിറ്റേ ദിവസത്തെ ഉച്ചയ്ക്ക് വേണ്ടി കഴിക്കാൻ വേണ്ടിയുള്ള ചോറ് ഞാൻ വെച്ചത്. പിന്നെ ഒരു 9 കഷ്ണം മീനും, ഇതല്ല അയലായിരുന്നു, വലിയ മുഴുത്ത അയലായിരുന്നു, 9 കഷ്ണം അതും കൂടെ വെച്ച് വെച്ചതാണ്. പക്ഷേ ഉച്ചയ്ക്ക് വലിയ വിശപ്പൊന്നുമില്ല. പക്ഷെ ചോറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരം വെച്ച ചോറും ഒറ്റയടിക്ക് അങ്ങ് തീർന്നു. 6 കഷ്ണം മീനും തീർന്നു. അതേപോലെ ടേസ്റ്റ് ആയിരുന്നു മീൻ കറിക്ക്, ഒരു രക്ഷയില്ല. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ മീൻകറിയും ചോറും നമ്മൾ കഴിക്കാൻ പോകണം. ഞാൻ ഇപ്പം സമയം ഇവിടെ ഏകദേശം 4:15. അതായത് ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. എനിക്ക് നേരത്തെ വിശക്കുന്നില്ലായിരുന്നു. ഫുഡ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ വെച്ചു. ഇതാണ് നമ്മുടെ മീൻകറി. ഞാൻ 3 കഷ്ണം, നല്ല മുത്തല 1 കഷ്ണം, 2 കഷ്ണം, 3 കഷ്ണം ഞാൻ എടുത്തിട്ട് ചാറോ. നമ്മുടെ ഫിറോസിക്ക പറഞ്ഞ പോലെ അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. അപ്പം ഈ മീൻകറി ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പം എൻ്റെ അണ്ണാക്കെല്ലാം പോയാ. See you. നമുക്ക് അടുത്ത വീഡിയോ കാണാം.